വിനീത് നല്ല നല്ല അഴിഞ്ഞാടി പെർഫോം ചെയ്യുന്നുണ്ട്. മോനേട്ടൻ വളരെ കൈയടക്കത്തോട് കൂടിയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. രസമുണ്ട്. ഒരു ലളിതമായ കുസൃതി പടം. വിനീത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കയ്യിൽ നിന്ന് പോവാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര രസമായി തോന്നുന്നു. ആ എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. നല്ല ഫൺ, വെരി എന്റർടൈനിങ്, നല്ല സിനിമ, ഇഷ്ടമായി. ഓ ഉറപ്പായിട്ടും നല്ല മൂവി. സൊസൈറ്റിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം സ്ത്രീ വിരുദ്ധത എന്നുള്ളൊരു സാധനം വരുമെന്നെങ്കിലും അതിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ ആക്കി കൊടുക്കുന്നു. കല്യാണത്തെ പറ്റിയാണോ നിങ്ങൾ കണ്ടില്ല? ഓ അത് ശരി. അതെ കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഇതാണ് പടമാണ്. സൊസൈറ്റിയിൽ ഇത് ഇപ്പം നിലനിൽക്കുന്ന പല പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡെപ്തിൽ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് തിരിച്ച്. ഏതായാലും വിനീത് ഭയങ്കര രസത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. വെരി പ്രൗഡ് ഓഫ് അതിനാണ് മനപ്പരുത്തെന്ന് പറയുന്നത്. ഒരു പഴയ ശ്രീനിവാസന്റെ കാലഘട്ടത്തിലെ ഒരു കോമഡി സാധനങ്ങളൊക്കെ വിനീത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. പിന്നെ ഇത് പ്രസന്റ് ലൈഫിൽ റിലയബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ജാതകം ശരിയാകാത്തതുകൊണ്ട് ജാതകം ശരിയായാലും എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നും പലരുടെയും കണ്ടീഷൻസ് കാരണമാണ്. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ